ഘോഷയാത്ര നടത്തുക, ശിവഗിരിയിൽ നടക്കുന്നത് പോലെ ഒരു സമ്മേളനം നടക്കുക, ഇതെല്ലാ വർഷവും ഗുരുവിന്റെ ദർശനങ്ങളെ ലോകം അറിയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഭോപ്പാലിലെ ശ്രീനാരായണ മിഷൻ എന്ന വാക്ക് ഞാൻ വന്നപ്പോഴേ നോട്ട് ചെയ്തൊരു വേർഡാണ് മിഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണ് മിഷൻ? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുക, അദ്ദേഹത്തിന്റെ മഹത് വചനങ്ങൾ പ്രചരിപ്പിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ അനുഭവവേദ്യമാക്കുക, അങ്ങനെ അനേകം ആളുകൾക്ക് ഈ ദർശനത്തെ പറ്റി മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് ശ്രീനാരായണ മിഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഭാരതത്തിൽ മാത്രമാണ് വേണ്ടത്ര ഗുരുദർശനം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കിപ്പോഴും സംശയമുണ്ട്. കത്തോലിക്ക സഭയുടെ ആഗോള തലസ്ഥാനമായ റോമിലെ മാർപ്പാപ്പ ഇരിക്കുന്ന റോമിലെ വത്തിക്കാൻ സിറ്റിയിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മലയാളികളായ വൈദികർ അവിടെ പോയി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദർശനീയം ഭാരതദേശത്തിനപ്പുറമായ ഒരു സംസ്കൃതി, ഒരു ചലനാത്മകമായ ആധ്യാത്മികമായ ശ്രേഷ്ഠത ഉളവാക്കുവാൻ ഈ ഗുരുവിനെ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ പറ്റി പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഭാരതത്തിലെ ഒരു തത്വചിന്തകനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം ആത്മീയമായ നേതാവാണ്, അദ്ദേഹം ഒരു സന്യാസി ശ്രേഷ്ഠനാണ്, അദ്ദേഹം കവിയാണ്. ഇതിലൊക്കെ ഉപരി അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തെ വിളിച്ചത് പരിശുദ്ധനായ വിശുദ്ധൻ എന്നാണ്. എന്താണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുവാൻ കാരണം? ജ്ഞാനികളുടെ ജ്ഞാനിയായ രവീന്ദ്രനാഥ് ടാഗോർ, ദേശീയ ഗാനം എഴുതിയ വ്യക്തി, അദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിനെ പരിശുദ്ധനായ വിശുദ്ധനായ വ്യക്തി എന്ന് വിളിച്ചത്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി വർക്കലയിൽ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് പോയിരുന്നാണ് ശ്രീനാരായണ ഗുരുവിനോട് സംസാരിച്ചത്. എന്താണ് കാരണം? നമുക്കറിയാം, ഹൈന്ദവ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമില്ലായിരുന്നു. ഗാന്ധിജി വൈക്കം ക്ഷേത്രവിളംബത്തോട് അനുബന്ധിച്ചാണ്, ഗാന്ധിജിയുടെ സമരത്തോടനുബന്ധിച്ചാണ് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുന്നത്. അതിനൊക്കെ മുമ്പേ ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങളെ പറ്റി പഠിപ്പിച്ചു. അദ്ദേഹം അരുവിത്തുറയിൽ ഒരു പ്രതിഷ്ഠ നടത്തി. അതാരെയും വെല്ലുവിളിക്കുവാനോ ആരെയും ചോദ്യം ചെയ്യുവാനോ ആയിരുന്നില്ല. ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ജനവിഭാഗത്തിന് ഈശ്വരനെ ആരാധിക്കുവാൻ ഒരു സ്ഥലമുണ്ടാകും. ഇത് മാത്രമായിരുന്നു വലിയവനായ ഗുരു ആഗ്രഹിച്ചത്. ബ്രാഹ്മണൻ മാത്രം നിർവഹിക്കേണ്ടതായ ആ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുദേവൻ നടത്തി. അപ്പോൾ സാധാരണ ചില ആളുകൾ വന്നിട്ട് ചോദിച്ചു, ഗുരു ഇത്രയും പണ്ഡിതനായ ആള് വേദത്തെ പറ്റിയും ഉപനിഷത്തെ പറ്റിയും സംസ്കാരത്തെ പറ്റിയും സംസ്കൃതിയെ പറ്റിയും അറിയുന്ന അങ്ങ് ഈ ചെയ്തത് തെറ്റല്ലേ? അപ്പോൾ ഗുരുദേവൻ അവരോട് പറയുകയാണ്, ഞാൻ പ്രതിഷ്ഠിച്ച ശിവൻ ഈഴവ ശിവനാണ്. നമ്മുടെ ശിവനാണ്, അദ്ദേഹത്തിന്റെ ആശയം പറഞ്ഞാണ് നമ്മുടെ ശിവനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ്? ആരോടും തന്റെ ആശയങ്ങളിൽ സംഘർഷമുണ്ടാക്കുകയല്ല, നേരെ മറിച്ച് ആത്മസംഘർഷം ഉളവാക്കുന്ന ഒരു സംസ്കൃതി അദ്ദേഹത്തിന് രൂപപ്പെടുത്തുവാൻ സാധിച്ചു. ഗുരുദേവൻ എവിടെ നിന്നാണ് ലഭിച്ചത്? അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെ നമുക്കറിയാം, ആരാണ്? മാളകാശ. അമ്മയുടെ പേരെന്താണ്? കുട്ടിയമ്മ. അദ്ദേഹത്തിന് 3 സഹോദരിമാരുണ്ട്. ആരൊക്കെയാണ്? നിങ്ങൾ പറയണം, ശ്രീനാരായണ മിഷൻകാർ പറയണം ഇതൊക്കെ. ആരാണ്? ദേവിയമ്മ, കൊച്ചു, മാധ.
എന്ന് പറയുന്ന 3 സഹോദരന്മാർ. പിന്നെ ആ വീട്ടിൽ പുരുഷനായിട്ട് ആരുണ്ട്? അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഈ ശ്രീനാരായണ ഗുരു ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടില് തന്റെ മാതാപിതാക്കൾ സ്നേഹപൂർവ്വം ഗുരുവിനെ വിളിച്ചിരുന്ന പേരാണ് ഇത് നാൺ. അമ്മയുടെ വാത്സല്യ പുത്രൻ. ഈ വ്യക്തിയെ മഹാകവി ജി ശങ്കരഗുരു വിളിച്ചത് എന്താണ്? 2ാം ബുദ്ധൻ എന്നാണ്. പിന്നീട് ഗുരുദേവൻ അനേക കൃതികൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം രചിക്കുന്ന രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന കൃതി ഗുരുദേവൻ ആദ്യം ഇത് സമർപ്പിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കറിയാം. ആരാണ് ചട്ടമ്പി സ്വാമി? നമുക്കറിയാം. 1881 ഗുരുദേവൻ അഞ്ചുതൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ആശാൻ പള്ളിക്കൂടം സ്ഥാപിച്ചു. അനേകം ആളുകൾക്ക് വിദ്യയിലൂടെ ഈശ്വരനെ മനസ്സിലാക്കാനുള്ളതായ ഒരു മാർഗമായി, അനേകം ആളുകൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകുവാനുള്ള മാർഗമായി പിന്നീട് തന്റെ ഈ കർമ്മം പരിഗണിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ പിതാവിന്റെ കാലശേഷം, അതായത് പിതാവ് മരിച്ചു പോയതിനു ശേഷം അദ്ദേഹം ഒരു ദേശാടനം നടത്തി. എന്തിനാണ്? ദേശത്തെ അറിയുവാൻ, ദേശത്തെ മനുഷ്യരുടെ പ്രയാസങ്ങൾ അറിയുവാൻ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ അദ്ദേഹം ദേശാടനം നടത്തി. അദ്ദേഹം ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമല്ല നടത്തിയത്. എന്തിനാണ് പിതാവിന്റെ മരണശേഷം അദ്ദേഹം ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ, തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഉള്ള ഉത്തരവാദിത്വം ഒരു മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നിഷിദ്ധമായി. അതിനുവേണ്ടി അദ്ദേഹം തന്റെ പിതാവിനെ ശുശ്രൂഷിച്ച് അദ്ദേഹം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ ദേശാടനത്തിനായി തിരഞ്ഞെടുത്തത്. പിന്നീട് അദ്ദേഹം ആധ്യാത്മികമായി വളരുവാൻ, സന്യാസ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ അദ്ദേഹം മരുത്വാമലയിലെ ഒരു ഗുഹയിൽ പ്രാപ്തനാകുകയാണ്. ആ ഗുഹ അറിയപ്പെടുന്നത് പിള്ളത്തടം ഗുഹ എന്നാണ്. അതിനുശേഷം 1913 ആലുവയിൽ അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചു. എന്താണ് ആശ്രമം? അത് അദ്വൈതാശ്രമം. എന്താണ് ശ്രീനാരായണ ആശ്രമം സ്ഥാപിക്കാഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്നേക്കാൾ അറിവ് നിങ്ങൾക്കുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ദ ഗ്രേറ്റ് ഫിലോസഫർ ആയിരിക്കുന്ന, ലോകത്തിന്റെ വിദ്യ കൊണ്ട് അറിവിന്റെ ഉത്തുംഗ പർവ്വതമേറിയ കാലടിയുടെ ആദിശങ്കരനെ ആ നാമം നിലനിൽക്കുവാനാണ് അദ്വൈത ആശ്രമം. അദ്ദേഹത്തിന്റെ ഫിലോസഫി നമുക്കറിയാം. ലോകം മുഴുവൻ പഠിക്കുന്ന ഫിലോസഫിയാണ്. ഏതാ? അദ്വൈത ഫിലോസഫി. ദ്വൈതമല്ലാത്തത്, അത് രണ്ടല്ലാത്തത് എന്തോ, അതായത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഈശ്വരനും മനുഷ്യനും തമ്മിൽ ഉള്ള ബന്ധം. ഇങ്ങനെ ലോകത്തിൽ സയന്റിഫിക്കായി തെളിയിച്ച ആർഷഭാരതത്തിലെ ഏറ്റവും വലിയ ഫിലോസഫിയാണ് അദ്വൈത ഫിലോസഫി. അതിനെപ്പറ്റി കൂടുതലായി പഠിക്കുക അദ്ദേഹം 1913 അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അദ്വൈതാശ്രമം സ്ഥാപിച്ച് ഗുരുദേവൻ അതിനൊരു ആപ്തവാക്യം കൊടുത്തിട്ടുണ്ട്. അത് ലോകത്തിൽ അതുവരെ ഒരു ഗുരു ചെയ്യാൻ പറ്റാത്ത ഒരു വാക്കാണ്. ഓ സാഹോദര്യം സർവത്ര. ഓം എന്ന് പറയുന്നത് ആദിശബ്ദമാണ്. ആദിശബ്ദത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ആ ദൈവീകതയുടെ മർമ്മത്തിൽ അടിസ്ഥാനമാക്കി എല്ലാ സ്ഥലത്തും സാഹോദര്യം പുലരട്ടെ എന്ന്. ഇതിപ്പോൾ പിന്നെ ഈ ശ്രീനാരായണ മിഷൻ ഇന്ന് ഒരു ക്രിസ്ത്യൻ വൈദികനായ എന്നെ വിളിച്ചു. സന്തോഷം. പക്ഷെ നിങ്ങൾക്ക് മുമ്പ് ഇത് നടത്തിയ ആളുടെ പേരാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം 1913 ഇവിടെ ആലുവയിൽ സർവമത സമ്മേളനം നടത്തി. അദ്ദേഹം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ രാജാവിന്റെ കാലത്ത് തിരുവിതാംകൂറിലെ ചെമ്പഴന്തിയിൽ ജനിച്ച വ്യക്തിയാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഹൈന്ദവ സഹോദരങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അമ്പലത്തിൽ പോലും കയറുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും സാവകാശമോ സന്ദർഭമോ ഇല്ലാത്ത അവസരത്തിൽ അത്രമാത്രം ജാതി മത വർണ്ണത്തിന്റെ ഉത്തുംഗമായ ഒരു
നമുക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ അപ്പുറമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു സമയത്ത് തന്നെ ഒരു മതത്തിന് വേണ്ടി, ഒരു സംഘടനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു ആധ്യാത്മിക ഗുരുവായിരിക്കുന്ന വ്യക്തി അവരെ പറ്റി അങ്ങനെ പ്രൊജക്ട് ചെയ്തത്. എന്നാൽ ലോകം മുഴുവനും തന്റെ ആശയത്തിലേക്ക് പതിയെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ പൽപൂർ സാറിനെ പോലുള്ള അറിവിന്റെ ഉറവിടങ്ങളായ ആളുകൾ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരാണ്. SNDP പ്രസ്ഥാനം ഇന്ന് നമ്മൾ കേൾക്കുന്നുവെങ്കിലും അതിനൊക്കെ മുമ്പ് അദ്ദേഹം ആ പ്രസ്ഥാനത്തെ അതിനു മുമ്പ് വേറൊരു പേരിലായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് SNDP പ്രസ്ഥാനമായി ഇത് രൂപാന്തരപ്പെട്ടു. ജാതി മീമാംസ എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, മതം ഏതായ മനുഷ്യൻ നന്നായാൽ മതി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചില നിർവചനങ്ങളുണ്ട്. അത് ഒന്ന്, സംഘടന കൊണ്ട് ശക്തരാകും, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകും. രണ്ട്, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. മൂന്ന്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അവനവന് സുഖത്തിനായി വരാൻ. നാല്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം SNDP പ്രസ്ഥാനം രൂപീകരിച്ചത് 1903 മെയ് 15-ാം തീയതിയാണ് ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. അന്ന് അതിന്റെ അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. അതിന്റെ സെക്രട്ടറി ആയിരുന്നത് മഹാകവി കുമാരനാശാന. അത്ര അറിവുള്ള ആളുകളായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹം അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 3 ഭാഷ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ദേവഭാഷയായ സംസ്കൃതവും, നമ്മുടെ മാതൃഭാഷയായ മലയാളവും, മലയാള ഭാഷ രൂപീകൃതമായ തമിഴ് ഭാഷയിലും അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചില കൃതികൾ മാത്രം ഞാൻ ഓർമ്മിപ്പിക്കാം. ശിവ ശതകം, ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവധി പഞ്ചകം, ജനനി നവരത്നമച്ചി, ഇങ്ങനെ അനേകം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രത്യേകത, ശിവഗിരി തീർത്ഥാടനം ഇന്ന് ഈ വർഷം നടക്കുന്നത് 92ാമത് ശിവഗിരി തീർത്ഥാടനമാണ്. 1856 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ജനിച്ച ഗുരുദേവൻ 1928 സെപ്റ്റംബർ 20-ാം തീയതി സമാധിയായി. കൃത്യമായി പറഞ്ഞാൽ 72 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച, നമ്മളിൽ ഒരാളായി ജീവിച്ച, നമ്മിൽ ജീവിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ 92ാമത് ശിവഗിരി സമാധിയിലേക്കുള്ള തീർത്ഥയാത്രയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ലോകം വിട്ട് പോയിട്ടും 92 വർഷക്കാലം അദ്ദേഹത്തിന്റെ സമാധിയിലേക്ക് ഓരോ വർഷവും ജനലക്ഷങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിവഭഗവാനുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടായി. അദ്ദേഹം സമാധിയായ സ്ഥലം അറിയപ്പെടുന്നത് ശിവഗിരി. അദ്ദേഹം ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയപ്പോഴും ശിവഭഗവാനെയാണ് പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ചരിത്രപരമായും ആധ്യാത്മികപരമായും നമ്മൾ ആരും പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അറിവിന്റെ വലിയൊരു നിറകുടമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ബാല്യം മുതൽ അദ്ദേഹം സംസ്കൃതത്തിൽ അദ്ദേഹത്തെ പഠിപ്പിച്ചത് തന്റെ പിതാവായിരുന്നു. അദ്ദേഹത്തിന് ജ്യോതിഷത്തിലും ഭാഷാന്തരത്തിലും ഭയങ്കര അറിവുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. തമിഴിൽ ശ്രീലങ്കയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ഈ ഭാരതത്തിനിടയിൽ സന്ദർശനം നടത്തിയിട്ടുള്ള ഏക രാജ്യം. ശ്രീലങ്ക സർക്കാർ ശ്രീനാരായണ ഗുരുദേവന്റെ തപാലിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിപ്പിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഭാരതീയ തപാൽ വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഫോട്ടോ വെച്ച മലയാളി ആയിരിക്കുന്ന ആള് ശ്രീനാരായണ
അദ്ദേഹത്തിന്റെ ശുചിത്വത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത് അടുക്കളയിൽ നിന്ന് ശുചിത്വം ആരംഭിക്കണമെന്ന്. ശുചിത്വത്തിന് ഇന്ന് സർക്കാരൊക്കെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ആശയം ഇന്ന് ഡെവലപ്പ് ചെയ്ത് ഇന്ന് നമ്മുടെ കേരള സർക്കാർ ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ് ഒരു പ്രസ്ഥാനം ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് വ്യക്തി ശുചിത്വത്തിലൂടെ കുടുംബ ശുചിത്വത്തിലെത്തുക, കുടുംബ ശുചിത്വത്തിലൂടെ ആധ്യാത്മികമായ ശുചിത്വത്തിലെത്തുക, സാംസ്കാരിക ശുചിത്വത്തിലെത്തുക, നമ്മളുടെ ഒരു ഡിഗ്നിഫൈഡ് പേഴ്സണായി നമ്മളെ സമൂഹത്തിൽ മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം അമ്പലങ്ങൾ ഉണ്ടാക്കി, അദ്ദേഹം പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി, സമൂഹത്തിന്റെ അന്ധകാരം മാറ്റുക, ദൈവത്തെ അറിയുക. നമ്മൾ ഈ തീർത്ഥാടനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങളും ഭക്തിയുള്ളവരാകുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഭക്തി നമ്മളിൽ പ്രകടമാകുക? യഥാർത്ഥമായ ഈശ്വര അന്വേഷണമാണ് നമ്മളിൽ ഭക്തി ഉളവാകുന്നത്. ഈശ്വരനിൽ സായുജ്യമടയുവാൻ, മോക്ഷം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ ലോകം മുഴുവനും തന്റെ മാതാവും പിതാവിനെയും കുടുംബത്തെയും എല്ലാം തന്റെ ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് അദ്ദേഹം ലോകത്തെ മുഴുവനും ഒരു കുടുംബമായി കണ്ട് വലിയ സേവനങ്ങൾ ലോകത്തിന് നൽകി. ഗാന്ധിജിയും ടാഗോറും ശങ്കരകുറുപ്പും മഹാകവികളും കുമാരനാശാനും ഡോക്ടർ പൽപുവും ഒക്കെ ആദരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളുടെ അദ്ദേഹത്തിന്റെ ഭൗതികമായ അറിവുകൾക്കപ്പുറം ആധ്യാത്മികമായ വലിയ ഒരു ഉയർച്ചയും വളർച്ചയും അദ്ദേഹത്തിനുണ്ടായി. തീർത്ഥയാത്ര എന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ്, ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം, സഹജീവികളോടുള്ള സ്നേഹം, അവരുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമായിട്ടുള്ളതായ ഒരു യാത്ര. ഈ പ്രയാണത്തിലേക്കാണ് നമ്മളെ ഗുരുദേവൻ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോക മാനവികതയുടെ ഒരു മുഖമാണ്. ആ ഗുരുദേവന്റെ സംസ്കാരത്തെ, ആ ഗുരുദേവന്റെ പഠിപ്പിക്കലുകളെ ലോകം മുഴുവൻ സുവിശേഷിക്കേണ്ടത്, ലോകം മുഴുവൻ അറിയിക്കേണ്ടത് ഓരോ ശ്രീനാരായണീയരുമാണ്. മഞ്ഞ ഡ്രസ് നിങ്ങൾ ധരിക്കുന്നത് പോലെ ഈ മഞ്ഞയുടെ മഹത്വം ലോകം മുഴുവനും അറിയിക്കുവാനുള്ള വലിയ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭോപ്പാലിൽ ഈ ശ്രീനാരായണ മിഷൻ, ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയ ആളുകളെ നമുക്ക് അഭിനന്ദിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ വളരെ വലിയ ചിന്തോദ്ദീപകമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. ദർശനത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, വത്തിക്കാനിൽ ഇതിനു വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാർത്തോമാ സുറിയാനി സഭയുടെ ഇന്നത്തെ മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്ത ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ PhD പ്രബന്ധം കൊടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമുക്കൊരു കടലിനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ എന്ന വലിയ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കാണുമ്പോൾ കടൽ കണ്ടു എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥമായ കടലുകൾ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ആഴമോ നീളമോ വീതിയോ അതിലുള്ളതായ വൈവിധ്യമാർന്ന ജീവജാലങ്ങളെയോ അതിലുള്ളതിൽ സത്താപരമായിട്ടുള്ളതോ അതിന്റെ അടിത്തട്ടിൽ അമൂല്യമായ സമ്പത്തുകളുണ്ട്. ഇതൊന്നും മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഈശ്വര കൃപയുള്ള ആളുകൾക്ക് ഈ ലോകത്തിനപ്പുറമായ കാര്യങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ നല്ല വ്യക്തികളായി രൂപാന്തരപ്പെടും. നമ്മൾ എന്നും അമ്പലത്തിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് ഇന്ന് അമ്പലത്തിൽ പോകുവാൻ ആരും നിങ്ങളെ തടയുന്നില്ല, ആരും നിങ്ങളെ മാറ്റി നിർത്തുന്നില്ല. ഇതൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു ജനത അനുഭവിച്ച പ്രയാസം, ഈശ്വര സന്നിധിയിൽ പോയി കണ്ണീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയം അതിന് പോലും അവസരമില്ലാതിരുന്ന മനുഷ്യനെ പല തട്ടുകളിലാക്കി, പല ചേരികളിലാക്കി നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ശക്തമായ പ്രബോധനം
അത് നൽകിയ ആളാണ് ഗുരുദേവൻ. ആ വലിയവനായ ഗുരുവിന്റെ പാതാരബന്ധങ്ങളിൽ അർപ്പണം ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുഭക്തർക്ക് ശിവഗിരി തീർത്ഥാടനത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നൽകട്ടെ. ഈ വലിയ ഉദ്യമത്തിന് ചെറിയവനായ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം മിഷനിലെ എല്ലാ ഓഫീസുകളോടും അറിയിക്കുന്നു. എൻ്റെ കേവലമായ പഠന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ പറയുന്ന വാക്കുകളിൽ പൂർണ്ണത അവകാശപ്പെടുന്നില്ല. എങ്കിലും നിങ്ങൾ എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതിലുള്ള സന്തോഷം ഞാൻ പ്രത്യേകം അറിയിക്കട്ടെ. ഞങ്ങളുടെ ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മിഷന്റെ പ്രസിഡന്റ് ഞങ്ങളെ വന്ന് സംബന്ധിച്ച് ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്നുണ്ട്. ഈ മിഷനോടും ഇതിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, യൂത്തിന്റെ ചുമതലക്കാര്, വൈസ് പ്രസിഡന്റ്, മേഡം, നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ അനുഗ്രഹവും